അല്ല, ആലപ്പുഴ എം പി ആയിട്ട് തർക്കങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതെ, ആലപ്പുഴ അങ്ങനെയും വ്യാഖ്യാനിക്കാം, അങ്ങനെയും വ്യാഖ്യാനിക്കാം. ഇല്ല, ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് സംഭവമൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. അല്ല, നമ്മൾ അതിൻ്റെ ഒരു പേഴ്സണലായിട്ട് ഞാൻ ആരെയും കോൺട്ര ചെയ്യാനോ വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ അല്ല ഞാനിത്. ഇൻ പ്രിൻസിപ്പിൾ എന്തോ അത് ഞാൻ ഒരു വിത്തിൻ്റെ സ്പെസിഫിക് ലാംഗ്വേജിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, അത്രയും മതി. ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അത് സമയമാകുമ്പോൾ അറിയിക്കാം. എന്തോ ഒരിക്കലല്ല. ഓഫറിനെ കുറിച്ചൊന്നും ഈ പത്രത്തിൽ കാണുന്നതും വാർത്താമാധ്യമങ്ങളിൽ കാണുന്നുള്ള ചർച്ച എങ്ങനെ സീരിയസ് ആയിട്ട് നടന്നിട്ടില്ല. ദേ നെവർ ടുക്ക് ദറ്റ് സ്റ്റെപ്സ് ഫോർവേഡ്. അത് അതിൻ്റെതായ ഒരു രീതിയിൽ പതുക്കെ വരുന്നതേ ഉള്ളൂ. ഇലക്ഷൻ അനൗൺസ് ചെയ്യാൻ ഇനി ഒരു മാസമില്ലേ, ഈ മന്തിൻ്റെല്ലോ അടുത്ത മാസമല്ലേ എന്നുള്ള എക്സ്പെക്ട് ചെയ്യുന്നു. പിന്നെ നോമിനേഷൻ കൊടുക്കാൻ പിന്നെ ദിവസം ഉണ്ടാവില്ല. അനദർ ഒരു 45-50 ഡേയ്സിന് മുമ്പ് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യത്തെ ഇത്രയും പ്രീ ഓർഗനൈസ്ഡ് ആയിട്ട് കാസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു സ്റ്റെപ്പ് എടുക്കുന്ന അത്ര വലിയ ബുദ്ധിമാനൊന്നും അല്ല ഞാൻ. ഇത് വികാരപരമായിട്ടുണ്ടായ ഒരു തീരുമാനവും അല്ല. ഇത് ഇമോഷണൽ. ഇല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള, അല്ല, വളരെ ബിഹൈൻഡ് ദ കട്ടണിലെ അല്ല സാർ. കുറച്ച് വിമർശനമില്ല, ഒറ്റ വിമർശനം, ഒരു സൈഡിൽ നിന്ന് മാത്രം. വിമർശനം എന്തൊന്നും ഉണ്ടായില്ല. കറക്റ്റ്, നല്ല ചോദ്യം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേട്ടൻ്റെ ചോദ്യം ഇഷ്ടപ്പെട്ടു. ചേട്ടൻ വിമർശനത്തിൻ്റെ, ഇപ്പോൾ ചേട്ടൻ്റെ മകനോ എന്തെങ്കിലും തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് ചേട്ടൻ വിളിച്ച് മാറ്റി നിർത്തി ഉപദേശിക്കുന്നതിനെ വിമർശനമെന്ന് പറയും. ബാക്കി ആ ഒരു കമ്പാർട്ട്മെൻറ്റ് വിട്ട്, ആ ഒരു ലക്ഷ്മണരേഖ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കത്തില്ലേ. ദുർബലനായതുകൊണ്ടല്ല, ശക്തനായതുകൊണ്ടാണ് പ്രതികരിക്കാൻ തീരുമാനം. ശക്തമായി പ്രതികരിക്കാനുള്ളതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെയാണ്. എന്തോ അത് സഹോദരിക്ക് എന്താണ് ഉചിതം എന്നുള്ള രീതിയിൽ അത് ചെയ്യാം. അല്ല, ഞാനത് റൈറ്റിംഗ് തന്നിട്ടുണ്ട് സാർ. സൂചനകളിൽ നിന്ന് ഉരുത്തെടുത്താൽ. അല്ല, വാർത്താ സമ്മേളനം ഇവിടെ നിർത്തുന്നത്, ഞാനൊരു കോൺഗ്രസ്സുകാരനായി 40 വർഷമായി കേരളത്തിൽ, എസ്പെഷ്യലി ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴത്തെ പാർട്ടിയുടെ മുന്നോട്ടുള്ള യാത്ര, കാരണം നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ, ഇപ്പോഴത്തെ ആലപ്പുഴ എം പിക്ക് മുമ്പ് മത്സരിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥി, അവർ ഞങ്ങളുടെ സഹപ്രവർത്തകയായിരുന്നു, എൻ്റെ ബാച്ച്മേറ്റും കോളേജ്മേറ്റൊക്കെ ആയിരുന്നു, ഷൈനിമോൾ ഉസ്മാൻ. അവർ മത്സരിച്ച സമയത്ത് ബിലോ 9,000 വോട്ടിനാണ് തോക്കുന്നത്. 9,000 വോട്ടിനാണ് ഷാനിമോൾ തോക്കുന്നത്. ചേർത്തല, അരൂര്, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി, ആ 7 നിയോജകമണ്ഡലം കൂടുന്ന ആലപ്പുഴയുടെ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഘടനാപരമായ ഒരു മാറ്റവും അന്നും വന്നിട്ടില്ല. വോട്ടിംഗ് പാറ്റേണിൽ മാറ്റം വന്നിട്ടില്ല. പൊളിറ്റിക്കൽ അലൈൻമെന്റിനകത്ത് മാറ്റം വന്നിട്ടില്ല. പക്ഷേ ഷാനിമോൾ 10,000 വോട്ടിട്ട് തോക്കുന്നു. 10,000 വോട്ടിന് ഒരു പാർലമെന്റ് സ്ഥാനാർത്ഥി തോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആലപ്പുഴ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിലവിലുള്ള ബൂത്തുകൾ 1346 ഒരു ബൂത്തിൽ എത്ര വോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ളത് ഈ ഒരു ഗവേഷണ വിദ്യാർത്ഥി പോലെ ഉള്ള പത്രപ്രവർത്തകരായാലും നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാകും. അപ്പം അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അനുവർത്തിക്കുന്ന ഒരു നയമുണ്ട്. എനിക്ക് ശേഷം പ്രളയം. ഈ ജില്ലയിൽ നിന്നും ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് ഒരാളിനെയും പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പാടില്ല. ആ ഗുണപാഠമാണ് എന്നെപ്പോലുള്ളവർ ഇതിൽ നിന്നും പിന്തിരിയാനുള്ള ഒരു തീരുമാനം. നാളുകളിൽ നിങ്ങൾ നോക്കിക്കോ. എന്തോ
അല്ല, അദ്ദേഹം ഏകാധിപത്യമൊന്നുമല്ല. അദ്ദേഹം കോൺഗ്രസിന് വേണ്ടിയിട്ട് അക്ഷീണമായി പരിശ്രമിക്കുകയും ഇന്ത്യയിൽ ആകമാനം കോൺഗ്രസ് വളർത്തുവാൻ വേണ്ടിയിട്ട് ഭയങ്കരമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതിന്റെ റിസൾട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇല്ല, അത് അത്രയും പോരെ. അതിനകത്ത് നമ്മൾ കൂടുതൽ ഇത് ഈ ആത്മഹത്യ ചെയ്ത് വീട്ടിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്യുന്നതിന് എങ്ങനെയാണ് ചെയ്തത്? കയറിയിട്ടാണോ? എലിവേഷൻ ആത്മഹത്യ എന്ന് സംഭവിച്ചു, എന്തായാലും ആത്മാവിന് ഹത്യ സംഭവിച്ചു. അത് എങ്ങനെ ആണെന്നുള്ളതിലേക്ക് നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം കടന്നു പോകണം എന്ന്, അല്ലെങ്കിൽ അതിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നില്ല. അത്രയും കൊണ്ട് ദൈവം